ഫുൾ ചെക്കപ്പൊക്കെ ചെയ്തു. എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തു. ECG എടുത്തു. അന്നേരത്തെ ട്രിപ്പ് ഇട്ട് ഇവിടെ കിടത്തി. ഇവിടെ വന്നപ്പോൾ കാട് തീർന്നു പോയി. കാട് തീർന്നു. അങ്ങോട്ടും അങ്ങോട്ട് വലിയ പാറയാ. 1 2 3 വ്ളോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ടെന്റ് വെച്ചിരിക്കുന്ന ഈ കാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കാടല്ല കേട്ടോ, പറമ്പാണ് സത്യത്തിൽ. ഇത് പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാതെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകളാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ജീവികളും വരും അല്ലേ. ആനയും കടുവയും പുലിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. നമ്മൾ ഇന്നലെ വെച്ചിരിക്കുന്ന അതേ ടെന്റിൽ തന്നെയാണ് ഇന്നും നിൽക്കുന്നത്. നാളെ മാറുള്ളൂ. നാളെ നമ്മൾ പുഴയുടെ അടുത്തേക്ക് ചെല്ലും അല്ലേ. പുഴയുടെ അടുത്തേക്ക് ചെല്ലും. പിന്നെ നമ്മൾ പുഴയിൽ ഇറങ്ങി ഒരു തകർക്കും. ഭയങ്കര വെള്ളമാണ്. അതെ, ഭയങ്കര വെള്ളമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, എങ്കിലേ ഞങ്ങൾക്ക് പതുക്കെ മുമ്പോട്ട് പുതിയ വീഡിയോകളുമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇതാട്ടോ നമ്മൾ ടെൻറ്റ് വെച്ചിരിക്കുന്നത്. മുകളിലേക്ക് മൊത്തം പാറയാണ്, ഒറ്റപ്പാറയാണ്, 1 കിലോമീറ്റർ പൊക്കത്തിന്. ഞങ്ങൾ പാറയുടെ അടിവശത്താണ്. അടിവശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം സേഫ്റ്റിയുള്ള സൈഡാണ്. ആ സൈഡിലേക്ക് മാറിയാൽ അതിലേ ഒരു തോട് പോകുന്നുണ്ട്. അങ്ങോട്ട് മാറിയാൽ അവിടെ ഒരു സൈഡിൽ കൂടെ ഒരു ചളുക്കായിട്ട് കിടക്കുന്ന സ്ഥലമുണ്ട്. മുകളിൽ നിന്ന് എന്തെങ്കിലും ഇടിഞ്ഞു വന്നാൽ 2 സൈഡിലേക്ക് പോവുള്ളൂ ഇല്ലേ, ഇങ്ങോട്ടൊന്നും വരികയില്ല. അതുകൊണ്ട് ഒരു ധൈര്യം. ഈ ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒരു ദിവസം കൂടെ നിന്നേക്കാന്ന് വെച്ചാൽ. ഇല്ലെങ്കിൽ ഞങ്ങളെ സ്ഥലം വിട്ടാനെ. നിഷക്കുഞ്ഞെ, അയ്യോ എന്നാ കാപ്പിക്ക്? ഇന്ന് നമ്മള് ഇന്നലത്തെ എല്ലും കപ്പ ഇരിക്കുക, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അത് മതി. എല്ലും കപ്പ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നു. ഇത് കണ്ട കാടമുട്ട അത് നമ്മൾ പുഴുങ്ങും. ഞാൻ നിഷക്കുഞ്ഞെന്നായിരുന്നു ഒരു കാലഘട്ടം മൊത്തം വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ടെൻറ്റിൻ്റെ സൈഡ് വശമുള്ള പാറ കേട്ടോ. ഇതിന് മണ്ടയ്ക്ക് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മണ്ട വശത്ത്. ഇത് അടിവശം. അതിൻ്റെ ഈ പാറയുടെ താഴ്വശത്തൊക്കെ മറ്റേ ചൂലുണ്ടാക്കുന്ന ടൈപ്പ് പുല്ല് നിൽപ്പുണ്ട് കണ്ടോ. ഇതേ പുൽച്ചൂലുണ്ടാക്കുന്ന ടൈപ്പ് പുല്ല, ആ ഒരു ടൈപ്പ്. അത് തന്നെ ആണോ എന്നറിയത്തില്ല, മൊത്തം അവിടെ അതാ. പക്ഷെ അവിടെ നിന്ന് കയറിപ്പോകാനോ വിട്ടെടുക്കാനോ ഒന്നും സാധിക്കുകയല്ലെന്ന് മാത്രം. ഞാൻ അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ കണ്ടതാണ്, നിറയെ പാല, ഒരു പ്രത്യേക സൈസ് പാല നിറയെ കായ്ച്ചു കിടക്കുന്നു. എന്ത് പാലയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുണ്ടോ പാലക്ക, എന്തോരുവാന്ന് നോക്കി കിടക്കണ കാണാൻ. നല്ല രസമാട്ടോ അത് കിടക്കുന്ന കാണാൻ. അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു പാല കായ്ച്ചു കിടക്കുന്നു. ഇത് ഈ പല്ലുവേദനയ്ക്ക് ഇതിൻ്റെ ഇല പൊടിച്ച് ഈ പല്ലിൻ്റെ കേടുള്ള ഭാഗത്ത് വയ്ക്കുന്ന കാണാം, പല്ലുവേദന കുറയാനൊക്കെ ആയിട്ട്. അതാണെങ്കിൽ നിറയെ കായ്ച്ചു കിടക്കുന്നു. ഇത് വള്ളി പോലെ കായ്ച്ചു കിടക്കുന്നു കണ്ട. നേശേ, എന്തോ കാടമുട്ട പൊളിക്കുവോ അല്ലേ? മുട്ട പൊളിക്കും. അത് നമ്മുടെയൊക്കെ ഈ ഹോട്ടലിൽ കൂടെ ചെന്നാലേ, ഇടുക്കിയിലെ ഹോട്ടലിലാട്ടെ ഞാൻ കണ്ടിട്ടുള്ളൂ, കപ്പ ബിരിയാണിയിൽ മുട്ട പുഴുങ്ങിട്ട് തരും. അപ്പൊ എൻ്റെ കയ്യിൽ ഈ മുട്ടയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതെ, അപ്പൊ അങ്ങനെ തിന്നാനൊരാഗ്രഹം. പിന്നെ തീ കിടന്നതിന് മുമ്പ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. കാപ്പി കുടിച്ചാലോ? 11 മണിയായി. ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ കാപ്പി കുടിക്കുള്ള എല്ലും കപ്പയാട്ടോ. മിച്ചം വരുന്നത് ഇത്ര ഉള്ളൂ. ഞാൻ നിഷയും കൂടെ കഴിക്കുന്നു. അതിൻ്റെ അകത്ത് മുട്ട പൊടിച്ച് ചേർത്തു. പിന്നെ ഒരു മുട്ട അങ്ങാണ്ട് കണ്ണ് കിട്ടാതെ വെച്ചിരിക്കുന്ന പോലെ മണ്ട കൊണ്ട് വെച്ചിട്ടുണ്ട്.
കഴിച്ചാലോ? ആ മഴ തുടങ്ങുക, വലിയ മഴയാന്ന് തോന്നുന്നു. ആ ഇനി മഴയാ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കി. അടിപൊളിയായോ? ആ ഞാനുണ്ടാക്കിയതല്ലേ, അപ്പൊ സൂപ്പറായിരിക്കും. എല്ലുങ്ങപ്പ അടിപൊളി കേട്ടോ എന്നാണേലും. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. കാപ്പി കൂടി കഴിഞ്ഞപ്പോൾ പുറത്ത് മഴ, ചെറിയ ചാറ്റൽ മഴ. പനിയൊക്കെ ഉള്ളതല്ലേ, നനയാൻ പാടില്ലല്ലോ. നമുക്ക് അയ്യ ടെൻറ്റിൻ്റെ അകത്ത് കയറി ഇനി ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നു ഞാൻ. നല്ല ഉറക്കക്ഷീണമുണ്ട് എനിക്ക്. നന്നായിട്ട് ഇന്നലെ ഉറങ്ങിയതുവാ. അത് മരുന്നിൻ്റെ ക്ഷീണമാണോ? ആ മരുന്ന് കഴിച്ചില്ല രാവിലത്തെ. ഇല്ല, മരുന്ന് കഴിക്കണം. മരുന്ന് വെച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ചോറായി കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം. ഓക്കെ ഓക്കെ. ഇപ്പം നല്ല വെയിലാണേ, നല്ല വെയിൽ. നിഷക്കുഞ്ഞ്, നമുക്കത് അപ്പുറം വരെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ? ആ കാട്ടിൽ കൂടെ എല്ലാം പോയി നോക്കാം ചുമ്മാ. മുള്ളില്ല അവിടെ ഒന്നും. എന്ന് പോയി നോക്കിയിട്ട് വരാം. ടെൻ്റ് പൂട്ടിക്കോ. വാക്കത്തെ എടുത്തോ കേട്ടോ. ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാം. എന്തെങ്കിലും തടഞ്ഞാലോ? ആനേനെ കിട്ടും. എൻ്റെ ദൈവമേ, നിഷ വീട്ടടിച്ച് പോകുന്നുണ്ട്. മുള്ളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിഷയാ മുമ്പേ വിട്ടു പോണേ അല്ലേ നിഷ? ഇതൊരു പാല കാഴ്ച കിടക്കണം. ഞാൻ ആദ്യം ഒന്ന് കണ്ടിട്ടാണ്. ആ ഇല്ലില്ല, ചത്തുപോവും അതൊക്കെ തിന്നു കഴിഞ്ഞാൽ. ആ പുഴ ഇവിടെ നിന്ന് കാണാം. കണ്ടോ, പുഴ ഇവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാ പന്തം കണ്ട പെരിച്ചാഴിയുടെ കൂട്ട് നിൽക്കണേ. ഇത് കഴിക്കാം, മറ്റേ വള്ളിപ്പാല കാഴ്ച കിടക്കണേ. ആ ഈ ചെടിയിൽ മഞ്ഞ പൂവുണ്ടാവും നിറയെ. ആ ഇതിൻ്റെ ഈ വള്ളിയില്ലേ, ആ വള്ളി നിറയെ മഞ്ഞ പൂവുണ്ടാവും. നല്ല രസം അത് പൂത്ത് വയ്ക്കുന്നതാണ്. ഈ പാറക്കെട്ടുകൾ ഉണ്ടല്ലോ, പാറക്കെട്ടുകൾ, അതിനിടയ്ക്കൊക്കെ തേനൊക്കെ കാണും കേട്ടോ. നോക്കി നോക്കി പോവാം. കാട്ടിനകത്തൂടെ നുഴഞ്ഞ് കയറി പോകുന്നുണ്ട്. നോക്കി നോക്കി കയറി പോകണം കേട്ടോ. വല്ല പുഴുവൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഏലപ്പെടുത്തോ, എങ്ങനെയുണ്ട് വരവ്? അതെ, അങ്ങ് താഴത്തേക്ക് കൊക്കയാ കണ്ടോ. പുഴയുടെ സൗണ്ട് കേട്ടോ, എന്നാ സൗണ്ടാന്ന്. അങ്ങനെ ഏറ്റവും മണ്ടയിലെത്തി. ഇനി അങ്ങോട്ട് വലിയ പാറയാണേ, അവിടെ കയറാൻ നിവൃത്തിയില്ല. ഇവിടം വരെ എത്തി. ഇവിടെ കാട് തീർന്നു. അങ്ങോട്ടുമില്ല, അങ്ങോട്ട് വലിയ പാറയാ. പിന്നെ താഴേക്ക് ഇവിടം വരെ സ്ഥലമുള്ളൂ. അങ്ങ് താഴെ വരെ വലിയ പാറയാ അല്ലേ ഈച്ചോ? അപ്പം ഇനി എന്നാ ചെയ്യും? ഞങ്ങൾ നല്ല സ്ഥലമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് നോക്കിയതാ. ആ പക്ഷെ അതിസാഹസികമായിരുന്നു ഇങ്ങോട്ടുള്ള കയറ്റം. നിഷയുടെ നോട്ടം കണ്ടോ, എങ്ങോട്ടാന്ന് നോക്കി. ഇത് കണ്ടോ, താഴത്തേക്ക് നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, അങ്ങ് പാതാളം വരെ കിടക്കുവാ.
എന്ത് ഭംഗിയല്ലേ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അല്ലേ? ഇനി അപ്പുറത്തേക്ക് വഴിയില്ല, ഇവിടെ വരെ വരാം. തെന്നപ്പാറയല്ല, തെന്നല. ഇവിടെ ഒത്തിരി നേരം നിൽക്കണ്ട. മുകളിൽ നിന്ന് കല്ല് എങ്ങാനും കുരങ്ങാനും ഉരുട്ടിയിട്ടാലേ നമ്മുടെ തലേ വന്ന് വീഴും. അതുകൊണ്ടോ മുകളിലേക്കും വലിയ പറയാം. അതിന് മണ്ടയിൽ നിന്നെങ്ങാനും കുരങ്ങാനും വല്ല കല്ലെന്തെങ്കിലും ഉരുട്ടിയിട്ടാലേ മുട്ട പൊട്ടുന്ന പോലെ തല പൊട്ടും. ഇങ്ങ് പോരെ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു സസ്യമാണതേ, കുറിഞ്ഞിയാന്ന് തോന്നുന്നു. നിറയെ പിടിച്ചു നിൽപ്പുണ്ട് ഈ പാറപ്പുറത്തൂടെ. കണ്ടോ വേറെ നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നിൽക്കുന്ന കാണാൻ. നടന്ന് നടന്ന് വേർത്ത് കുളിച്ച് ഇതേ നമ്മുടെ ബാക്കി ടെൻറ്റിൻ്റെ അടുത്ത് തിരിച്ചെത്തി. ഹലോ ഗൈസ്, ഞങ്ങൾ മോളെ കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഒരാൾക്ക് ഭയങ്കര ക്ഷീണം, ചെറിയൊരു പനി മാറിയതായിരുന്നു. ഇന്നലെയും കൊണ്ട് നല്ലപോലെ ഭേദമായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ പിന്നെ ഒരു പനി. അപ്പോൾ നമ്മളൊന്ന് ആശുപത്രി പോകാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നാലേ രാത്രിയാകുമ്പോൾ ഈ കാട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ആശുപത്രി പോയിട്ട് വരാം. എല്ലാവരും കൂടെ ഞങ്ങളുടെ ടെൻ്റൊക്കെ ഒന്ന് നോക്കിയാക്കണം. ഇതിങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പുറം പോയി ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് മാറി പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഞങ്ങളിത് ആശുപത്രിയിൽ എത്തിയിട്ടോ. ഇവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതേ. ചെന്ന് നോക്കട്ടെ. ഫുൾ ചെക്കപ്പൊക്കെ ചെയ്തു, എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തു, ECG എടുത്തു. അന്നേരത്തെ ട്രിപ്പ് ഇട്ട് ഇവിടെ കിടത്തി. 1.5 മണിക്കൂർ കിടക്കണമെന്നാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ അറിയാം എങ്ങനെയാന്ന്. നമ്മുടെ ടെൻറ്റും സാധനങ്ങളെല്ലാം കാടിൻ്റെ നടുക്കിരിക്കുകയാണ്. പാവം കിടക്കണ കിടപ്പ് കണ്ടോ. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ചാടി പോന്നിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും ക്യാമ്പിലേക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു BP കുറഞ്ഞു പോയതാ. നല്ല രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ടെൻറ്റിൻ്റെ അകത്ത് എത്തി. നിഷ ഇനി ദേ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതെ, ഉച്ചയ്ക്ക് കഴിക്കാൻ സമയം കിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട വന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി പാചകം. ഇന്ന് പനിയൊക്കെ പിടിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള കുക്കിംഗ് അല്ലേ നിഷേ? ആ മതി, കഞ്ഞിയും ചെറുപയറെങ്കിൽ കഞ്ഞിയും ചെറുപയറും. വേറെ വല്ലതും ഉണ്ടാക്കണോ വെക്കുമ്പോൾ ശബ്ദിക്കാൻ വരുമെന്ന് പറയാം. പിന്നെ റിസ്ക് എന്തിനാണ്? അവിടെ പിന്നെ അതുമല്ല, പനിയുള്ളപ്പോൾ ഏറ്റവും പോഷകമാണ് കഞ്ഞിയും പയറും. ഇത് കഞ്ഞിയും പയറും. ചെറുപയർ വെള്ളത്തിലിട്ടിട്ടാ പോയെ. അതുകൊണ്ട് പിന്നെ ചെറുപയർ അല്ലേ പോയപ്പോഴേ ഞാൻ തീരുമാനിച്ചിരുന്നു വൈകുന്നേരം എന്നാൽ ഒന്നും കൊടുക്കണ്ട, ചെറുപയറും കഞ്ഞിയും കൂടെ കൊടുക്കാറ്. അതിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട്. അതെ, രാവിലെ പകുതി മുക്കാലും വേവിച്ച് വെച്ച പോട്ട കഞ്ഞി ഒരു ഇന്നതുണ്ട് താനും. പിന്നെ അതെ നമ്മുടെ മീൻ വറുത്ത് പകുതിയായപ്പോൾ അത് പോയ അടച്ചു വെച്ചടി. എല്ലാം ഇനി ഒന്ന് ചൂടാക്കി പറക്കിയൊക്കെ എടുത്താൽ മതി. ഇന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചാലാ? കഴിക്കാം. ദേ ഇന്ന് രാത്രിയിലെ ഞങ്ങളുടെ ഭക്ഷണമാണ് കഞ്ഞിയും പയറും ഉണക്കമീൻ വറുത്തതും. അത് തന്നെ, ഉണക്കമീൻ വറുത്തതും. ഇത് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കിയതായിരുന്നു. വൈകുന്നേരം ഇപ്പൊ കഞ്ഞിയും പയറാക്കിയപ്പം ആ മീൻ വറുത്തത് ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു. ആശുപത്രിയിലായി പോയില്ലേ? ആശുപത്രിയിലായതുകൊണ്ട് കഴിച്ചില്ല. അപ്പൊ ആ മീൻ വറുത്ത അപ്പൊ കഞ്ഞിയും പയറും വെച്ചു. അപ്പൊ പിന്നെ ആ മീൻ വറുത്ത എടുത്തു. അപ്പൊ കഴിക്കട്ടെ.
മരുന്നൊക്കെ ഞങ്ങൾ നേരത്തെ കഴിച്ചു കേട്ടോ. പനിയൊക്കെ പെട്ടെന്ന് കുറയണമല്ലോ, അതിനു വേണ്ടി മരുന്ന് നേരത്തെ കഴിച്ചു. ഇനി കഞ്ഞി കുടിക്കാൻ പോവാം. നല്ല ചൂടൻ കഞ്ഞി, ചെറുപയറും. നല്ല അടിപൊളി കേട്ടോ. പനിയുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നും. വായിക്ക് ടേസ്റ്റ് ഇച്ചിരി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം നോർമലായി. മീനെടുത്ത് കഴിക്കണി. ഞാനിപ്പോ കൈ കൊണ്ട് കഴിച്ചു നോക്കട്ടെ. ഒരു കഴിക്കുമ്പോ എന്താ പോലെ സ്പൂൺ വേണോ? ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടായിരുന്നു ഈ പൊളിച്ചേനെ. അച്ചാറ് വീട്ടിലായിപ്പോയി. ഇതിൻ്റെ അകത്ത് കാണുമെന്ന് ഓർത്താ വന്നപ്പോഴാ അച്ചാറെടുത്തില്ല. വലിയൊരു മഴ പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പയ്യെ ഒന്ന് തോർന്നു വരുന്നുണ്ട്. നിഷാദേ കിടക്കാൻ വേണ്ടി എല്ലാം വിരിക്കലും പറക്കലും ഒക്കെ തുടങ്ങി. ഞങ്ങളെ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഉള്ളിൽ കയറി, ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. പുറത്ത് നല്ല തണുപ്പും ടെൻറ്റിൻ്റെ അകത്ത് നല്ല ചൂട്. ടെൻറ്റിൻ്റെ അകത്ത് എപ്പോഴും എണ്ണ കാണിച്ചാലും നല്ല ചൂടാട്ടോ. പുറത്ത് ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. പിന്നെ മരുന്നൊക്കെ കഴിച്ച് നല്ല ഉഷാറായി ഞാനില്ലേ പക്ഷേ, നല്ല ഉഷാറായി. നാളെ നമ്മൾ ഈ ടെൻ്റൊക്കെ അഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം വിടാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. എന്താ നിഷേ? ഇനി കുറച്ച് നേരം കിടന്നുറങ്ങണം. ഇന്ന് എഡിറ്റിംഗ് ഒക്കെ ഞാൻ നേരത്തെ തീർന്നു. ഇനി രാത്രി കിടന്നുറങ്ങുള്ളൂ. മരുന്ന് കഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ക്ഷീണം ഉണ്ട്, ഉറക്ക ക്ഷീണമുണ്ട്, പിന്നെ പനിയുടെ ഒരു ക്ഷീണം, അതേ ഉള്ളൂ. പക്ഷെ നല്ല ക്ഷീണമുണ്ട്. ഇന്ന് ഈ മല മൊത്തം എന്നെ കൊണ്ട് നടച്ചത് മൊത്തം മുള്ളായിരുന്നു. ഒത്തിരി മുള്ളുണ്ട്, അതുകൊണ്ട് എനിക്കും ഒന്ന് ക്ഷീണം. ഇത് ഞാൻ ആദ്യം കിടക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതെ. അപ്പം ഇനി രാവിലത്തെ കാഴ്ചയായിട്ട് കാണാം. രാവിലെ കാണാം. ഓക്കെ ടീക്കേ. എന്നാ കിടന്നാലോ? അയ്യോ 100 വട്ടം സംഭവം. വാതിലടയ്ക്കാൻ പോണേ. രാവിലെ കാണാം. ഓക്കേ. പുറത്ത് ലൈറ്റ് ഉണ്ടല്ലോ, ഇത് എടുക്കാം. ചാർജിങ്ങിന് ഇട്ടോ. അങ്ങനെ വരവരാവെടുത്ത് രാവിലെ ആട്ടോ, രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. നിഷ നല്ല ഉറക്കമാണ്. അതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ ഈ നല്ല മഞ്ഞ പുറത്ത്.
ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല ചിരിച്ച മുഖം. പനി എങ്ങനെയുണ്ട്? പനി കുറവുണ്ട്. പനി കുറഞ്ഞു. തലവേദനയോ? തലവേദനയും കുറഞ്ഞു. ജലദോഷമൊന്നും പട്ടെ, ഒരു ക്ഷീണമാണ് ഉള്ളത്. അത് പനിയുടെ പിന്നെ മഴയും തണുപ്പൊക്കെ ഇല്ല, അതായിരിക്കും. പിന്നെ എത്ര മരുന്ന് കഴിക്കുന്നതല്ലേ, അതിന്റെ ഒരു ക്ഷീണം. അത് നമ്മൾ ഉഷാറാണ്. അതെ, ചായ വെച്ചതേ ഉള്ളൂ. കണ്ടോ, ചായ ചായ വെച്ചിട്ട് വിളിക്കാന്ന് ഓർത്തോണ്ടാണ് ഞാനിരുന്നത്. പിന്നെ ചായയൊക്കെ വെക്കണം ഒച്ച കേട്ടപ്പോൾ പുള്ളി എഴുന്നേറ്റു. എന്നാലും ചിരിച്ചു മുഖം കണ്ടപ്പോൾ ഒരു സന്തോഷം. ഈ പനി കൂടുമോയെന്ന് ഓർത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഉണ്ടായില്ലെന്ന് സമാധാനിക്കാം. നിഷ രാവിലെ തന്നെ കട്ടൻ ചായക്കുള്ള പരിണി തുടങ്ങി. കട്ടൻ ചായ ഉണ്ടാക്കലും കാപ്പി ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാനല്ലേ, കാപ്പി കുടിച്ചിട്ട്. ഇത് ഒരു ദിവസം കാറ്റ് ഇങ്ങോട്ടാണെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടല്ലേ. ഇന്നലെ പുക അങ്ങോട്ടായിരുന്നു, അപ്പുറ സൈഡിലേക്ക്. ഇന്ന് നേരെ മുഖത്തേക്ക്. നല്ല മഴയായിരുന്നു ഇത്രയും നേരം. അതെ, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. രാത്രിയും ഭയങ്കര മഴയായിരുന്നു. നല്ല മഴയായിരുന്നു രാവിലെ. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഞാൻ മഴ തോർന്നിട്ടാ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് നിൽക്കുന്നു. ചുക്ക് കാപ്പി. അത് തന്നെ, ചായ അല്ല, ചുക്ക് കാപ്പിയാണ് ഇന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം പയ്യ. ഇവിടുന്ന് ടെൻ്റ് അഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അടുത്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. അതെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ.